7 മണിക്ക് നമ്മൾ എത്തുന്നു കാത്തു നിന്ന് എത്ര പേരുണ്ടെന്ന് കഴിക്കാണ് അതിന് നമ്മൾ ആഗ്രഹം ക്ഷമ കിട്ടും. കാരണം നമ്മളിവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ കുറച്ച് ലേറ്റ് ആയതാണ്. നമ്മളിവിടെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. കൊമ്പനാർ പോയ അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇതിന് കോട്ട് ഫസ്റ്റ് നല്ലുണ്ട്, ക്രൗഡ് ഫസ്റ്റ് നാടുണ്ട്. അമ്മായി ക്രൗഡാണ്. ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മുടെ പയ്യനങ്ങാടിയുള്ള മുത്തുമണികൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര ആളുകൾ അറിയാൻ കഴിയില്ല. അടിയല്ലേ? ഹലോ, എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? അപ്പൊ തുടക്കം നമുക്കൊരു കാര്യമാക്കിയാലോ, ഈശ്വര പ്രാർത്ഥന ആയാലോ? അപ്പൊ കൊമ്മങ്ങാട് തറവാട്ടിൽ ഈശ്വര പ്രാർത്ഥന എത്ര പേരിന്റെ കൂടെ പാടും? കൊമ്പങ്ങാട് പോയ പഠിപ്പിച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാട്ടുണ്ട്, കൊമ്പത്തിരുന്ന് പാട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൈയടിച്ചാണ്. അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്തിൽ നിൽക്കുന്ന മധ്യക്ഷൻ. എന്താണ്? അല്ല, എല്ലാരും ഉണ്ട് പറയണ. ആരാണ് ഇതിനെ വെറുതെ അടിച്ചു പോയി പുകയും കൂടി ഇട്ടു. ഇപ്പൊ ഈ അടി അടിച്ചാൽ തന്നെ എന്നെ കാണൂല കേട്ടോ. അതെ. അപ്പോ നമുക്ക് ഏതായാലും ഇതിന്റെ സംഘാടകരോട് നന്ദി പറയാം. കാരണം ഇമ്മാതിരി ജനങ്ങളെ കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ മുന്നിൽ കിട്ടിയത്. അതിനാദ്യം തന്നെ കോട്ട് ഫെസ്റ്റ് നടത്തണ എല്ലാ ഇതിന്റെ സംഘാടകരും എല്ലാ ആൾക്കാരോടും ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം കണ്ടോ, ഇമ്മാതിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വീഡിയോസ് അല്ലേ? അപ്പോ എന്താ ചെയ്യണേ? നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയും. അത് ചെയ്തിട്ട് ഒന്ന് പോകുള്ളൂ. ഇന്ന് ലീവാണ്. ഇന്നിപ്പച്ചി എന്നോട് വരുമ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞേ, ഇന്ന് എന്നെ അടിക്കൂല കേട്ടോ, ഇന്ന് എനിക്ക് എന്നോട് നല്ല ഇഷ്ടമാണ്. അത് എന്തോടാണെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ പക്ക മാറ്റം. എത്തിനാ തല്ല് അറിയണേ? തല്ല് വേണമെന്നുണ്ടെങ്കിൽ തല്ലനെ ചെയ്യാം. നമുക്ക് തല്ലണോ? ചില സ്ഥലത്തും തല്ലണ്ടെന്നാണോ പറയല്? ഒന്നാം പൊട്ടിച്ചാലോ? അയിമന്നെ പറഞ്ഞല്ലേ, ഏതായാലും തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ നല്ല ലോകത്ത് തന്നെ അടി കൊണ്ടിട്ടും അടി കൊടുത്തിട്ടും ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് അടിയല്ല, അതൊക്കെ വായിപ്പിച്ചലാണ്. എനിക്ക് അടി കിട്ടിയാണ്ട് അവിടെ കടന്നുള്ള കടന്നലുള്ളൂ. എന്തായാലും അടിമന തുടങ്ങിയാലോ? ഉണ്ടായിക്കോട്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോന്റെ ഡയലോഗ് കൂടെ അടിയാക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലോ? അതാണ് മാറിന്നാ ഇതിന്റെ അടുത്തേക്ക് ഞാൻ അഞ്ഞു വരണ്ട. വലിയ സുഖമൊന്നും ഡയലോഗ് ഉണ്ടായി. ഹലോ, ഒന്നുകൂടെ എടുത്തോ. കൊമ്പക്കാട് പോയ വാതിലോർക്കെ ഇന്നേക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു. വാതിലോർക്കെന്ന് ജുമാക്ക് പോകാൻ നേരായി. ഉന്നെ കൊണ്ട് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുള്ളിയെ സൈന്യം വിചാരിച്ച് നടന്നില്ല. പിന്നെ എന്താണ് എനിക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. നല്ല കൈയടിച്ച് എന്തേ എത്ര യുക്ക വന്നത്? പോയി കിളി പോയി. അപ്പോ ഇങ്ങനെ ഈ ഒരു അടുക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടത്. അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെന്താ പറയാനുള്ളത്, ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നല്ല നല്ല കമന്റും നിങ്ങളെ നല്ല നല്ല ലൈക്ക് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് തച്ചിക്കാണ്ട് നീർക്കോലി ബീരാനൊക്കെ ഡ്രമ്മിൻ്റെ ഉള്ളിലൊക്കെ ഇടണത് അല്ലേ? കണ്ടിട്ടില്ലേ? അതൊക്കെ ഒറിജിനലാണ്, ക്യാമറ ട്രിപ്പൊന്നല്ല. അപ്പൊ കുറച്ച് പരിക്കൊക്കെ പറ്റും. ഇപ്പൊ 2 ദിവസമായിട്ട് വേറെ പരിക്ക് പറ്റിയിട്ട് പൈമൊന്നും പോകുന്നിട്ടില്ല. ഏതായാലും ഹോസ്പിറ്റലിലായിരുന്നു.
അപ്പോ എടി ഒരു മിമിക്രി ആയാലോ അല്ലേ? ഓർക്ക് വേണോ വെച്ചോക്കെ വാടാ, നിന്റെ എനർജിയാണ്, ഫുൾ എനർജിയാണ്. തുടങ്ങാം. ഓടാണ് ആള്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുതിരവട്ടം പപ്പുചാട്ടിന്റെ സൗണ്ട് എടുത്താലോ? ഈ ഫ്രണ്ടിലുള്ളവർ ഒന്ന് ഇരുന്ന് കൊടുക്കാന്ന് പറയുന്നുണ്ട് ബാക്കിലുള്ള ആൾക്കാർ. ഇവിടെ ഈ കുട്ടികൾ ഒന്ന് ഒതുങ്ങി ഇരുന്നാലും ബാക്കിലുള്ളവർക്കൊക്കെ കാണാം. കുറേ സ്ത്രീകളെ കാണാതിരിക്കുന്നത്. ഈ കുട്ടികളൊക്കെ ഇരുന്ന് കൊടുത്താൽ ഓക്കെ. അപ്പൊ എടുക്കല്ലേ കുതിരവട്ടം പപ്പുചാട്ടിന്റെ ഏത് വയസ്സാവണ്ടേ? ആ ഇപ്പൊ പൊളിച്ച് അല്ലേ പ്രശ്നമുണ്ടായി. ഇപ്പൊ ബരോട് മാറിക്കാൻ അറിയുന്നു. ആരോട്? യൂട്യൂബർമാരോട്. ആ ഇപ്പൊ കണ്ടോ കണ്ടോ മിമിക്രി ആവാല്ലേ? അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഇതൊക്കെ എല്ലാവർക്കും കേൾക്കണില്ലേ? ആദ്യമായിട്ട് മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയിലെ കുതിരവട്ടം പപ്പുചേട്ടൻ്റെ വോയിസ് റെഡിയാണോ? കറക്റ്റായി കൈയടിക്കുവോ? അപ്പൊ തുടങ്ങാം. തുടങ്ങിയില്ലേ? ആ റെഡിയല്ലേ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോന്ന് ഒന്ന് നോക്കിട്ടേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്തോടെ നിൽക്കാൻ വരുന്നുണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിടത്ര മോശമല്ല. തകു സപ്പോർട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് ഒരു കാര്യമുണ്ട്. ഒരു പണി ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള പടത്തിലുള്ള ആ 2 ചേച്ചിമാരില്ലേ, ഓരോ സൗണ്ട് നിർത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ. അതെ അതെ, പോലീസ് സ്റ്റേഷനിൽ വരുന്ന 2 ആൾക്കാരുണ്ടല്ലോ, 2 ചേച്ചിമാര്. അതിന്റെ സൗണ്ട് നിർത്തില്ല. കനകാമ്പരം ഞങ്ങളെ ഇവറ്റാനാണ് സാറേ. അവനെപ്പോ നോക്കിയാലും കുളിക്കണം. കുളിക്കുമ്പോ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ്. തുണിമണിയില്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരുന്നാ പോലെ. നോക്കാതിരുന്ന ശൂശൊന്ന് വിളിക്കും സാറേ. ശൂഷൊന്ന് വിളിച്ച് നോക്കിപ്പോലെ. അവര് കാണാൻ എങ്ങനെയാണ്? കാണാന് പൊക്കം കുറഞ്ഞ് കറക്റ്റിരുണ്ട്. ഒരു മാക്കാച്ചിത്തലിനെ പോലെ അല്ലെങ്കിൽ ഒരു മാക്കാച്ചിത്തലിനെ പോലെ ഇരിക്കണവനാണ് സാറേ. സാറിന്റെ പേര് മിനിന്നല്ലേ? പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ. ഒന്ന് പോകും സാറേ. താങ്ക് യു. സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പണിയുണ്ട്. എങ്ങനെ ആയി പറയേ? കോയ പറയുന്നോ? കോയന്നല്ലേ ഈ പറയണൊക്കെ? ആ സൗണ്ട് കോയന്റെ സൗണ്ട് തന്നെയാണിത്. വെറും കോയ അല്ലടാ, കൊമ്പങ്കാട് കോയ അല്ലേ? അതെ. അപ്പൊ ഒരു പണിയുണ്ട്. കുടിച്ചിട്ട് സ്റ്റേജിൽ കയറി തന്നെ മറ്റേ ആളില്ലേ, എന്താ ആളെ പേര്? അയ്യപ്പ ബൈജു. അയ്യപ്പ ബൈജുവിന്റെ ഒരു ആക്ഷനും ആ സൗണ്ടും കൂടെ എടുത്ത് കൊടുത്താൽ മതി. അതാണോ നമ്മൾ ഈ പരിപാടി ഇത്ര ഫാസ്റ്റ് ആക്കാൻ കാരണം എന്താണോ? 10 മണിക്ക് ഇടവണ്ണ ഒരു പരിപാടി ഏറ്റു. അപ്പൊ അവർക്ക് എത്ര കറക്റ്റ് കണക്കന്നെ. അപ്പോ അതുകൊണ്ടാണ് പരിപാടി പെട്ടെന്ന് ആക്കണ്ട. ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അയ്യപ്പ ബൈജു. ഓക്കെ റെഡി? നിങ്ങൾ നടത്തൊക്കെ കറക്റ്റാണെന്നെ കൈയടിക്കോ? ഉറപ്പ്? റെഡി? വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു. അത് കിട്ടിയാൽ കോടുക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. നോട്ട് ദ പോയിന്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒന്നാം തറവാട്ട് നല്ലൊരു പാട്ടായാലും വെച്ച് ഞാനും കൂടെ പാടോ? ഉറപ്പ്? പാടൂലേ? പാടും. അപ്പൊ ഏതെങ്കിലും പാട്ടുകാർ പാടാൻ ഗ്യാപ്പൊക്കെ ഐഡിയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്താലും ഒരു
അപ്പോ ഏതൊക്കെ പാട്ടുണ്ട് ശിക്കുവാല്? എല്ലാ പാട്ടുണ്ട്. ഇപ്പൊ മാപ്പിള പാട്ടുണ്ട്, മലയാള പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, ഉടുക്ക പാട്ടുണ്ട്, ഉറുദു പാട്ടുണ്ട്, ഉറ പാട്ടുണ്ട്, എല്ലാ ഉടുക്ക പാട്ടോ? എല്ലാ പാട്ടുണ്ട്. ആ കജ്ജി പാടിക്കൊണ്ടിട്ടോ. അതെ, ഉടുക്ക പാട്ടൊന്നും എനിക്കറിയില്ല, ഉള്ളതൊക്കെ കൂടെ പാടുവോ? ഒപ്പം പറഞ്ഞോ ആവില്ലേ? ആ പാടിക്കോളൂ. ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കോ? ഉന്നം പറന്നതെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കയറിനകത്ത് ചിന്തിക്കടക്കതല്ലേ വെറുതെ കോലം തുള്ളും ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചിന്തിക്കടക്കതല്ലേ. കൊടിയേ വളർന്നു വരുന്നൊരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാം കൺകോണിൽ സുഖവും കണ്ടേ മലകൊടിയേ വളർന്നു വരുന്നൊരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാം കൺകോണിൽ സുഖവും കണ്ടേ. तमन्ना है प्यार का इरादा है और वादा है जानो रे तमन्ना है प्यार का इरादा है और वादा है जानो जो कभी हम मिले तो जमाना देखेगा अपना प्यार मेरे यार One, two, three. तमन्ना है प्यार का इरादा है और वादा है जानो
പാതീരേടി ലക്കി മാറിയും ഓടെ മധുവല്ലേ മധുവിലാപ്പൂവോളല്ലേ മധുരപാതീരേടി ലക്കി മാറിയും ഓടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. എല്ലാവർക്കും കൂടെ ഫോട്ടോക്കൽ എന്തായാലും നടക്കൂല. അപ്പൊ നമ്മൾ ഇവിടെ ഒറ്റ സെൽഫി അങ്ങനെ പൂച്ചാലോ, അങ്ങനെ ലേറ്റ് ആയിട്ട് കൊടുത്താൽ ഓക്കെ. എല്ലാരും ഒച്ച ഉണ്ടാക്കോ? 1 2 3 പറഞ്ഞ് കുക്കി വേണ്ടിട്ടോ. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ കൊമ്മനാട് തറവാട്ടിലെ ഉപ്പച്ചിക്ക് എനിക്കും നല്ലൊരു ഐഡിയ.
സുന്ദരി